ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പഞ്ചാബിലെത്തി ഒന്ന് സെറ്റായ കേട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ്. എനിക്ക് വന്നോടത്ത് ജലദോഷമൊക്കെ പിടിച്ചിട്ട് എനിക്ക് മൂക്കൊക്കെ അടച്ച് സൗണ്ടൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മണമുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്തത് കൊണ്ട് ഞാനിതുപോലെ ചകിരിച്ചോറ് മണ്ണൊക്കെ നിറച്ചിട്ട് അതിൻ്റെ വിത്ത് ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ട്. കിളിക്കുമെന്നറിയില്ല കേട്ടോ. പിന്നെ ഇഷുക്കുട്ടി കുറേ ദിവസത്തിന് ശേഷം വീണ്ടും സ്കൂളിലോട്ട് പോകാനായിട്ട് റെഡിയായി നിൽപ്പുണ്ടേ. ഇഷുക്കുട്ടിയെല്ലാം കോളേജിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് വണ്ടിക്കായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണിയും ചിക്കൻ കറിയും മട്ടൻ കറിയും മുട്ടക്കറിയൊക്കെ വാങ്ങി കഴിച്ചാൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്ത് മസാലയാണ് യൂസ് ചെയ്യുന്നതെന്ന്. എൻ്റെ സീക്രട്ട് ആയിട്ടുള്ള എൻ്റെ ഗരം മസാലയുടെ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ചുരുൾപ്പട്ട വാങ്ങിക്കണം കേട്ടോ. അതിൻ്റെ ഒരു 15 ഗ്രാം, അതായത് ഇതൊരു ഫുൾ സ്റ്റിക്ക് എടുത്തിട്ട് ഇത്ര മാറ്റി വയ്ക്കാം. ബാക്കി ഫുള്ള് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് തക്കോലമാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ്, ഏകദേശം 5 പീസ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക. ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ മട്ടൻ കറി ആയാലും ചിക്കൻ കറി ആയാലും ബിരിയാണി ആയാലും എല്ലാം ഈ റെസിപ്പിയാണ് ഉപയോഗിക്കുന്നത്, അതായത് ഈ ഗരം മസാല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.